നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ അലോഹങ്ങൾ അഥവാ നോൺ മെറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ വലതുവശത്തായിട്ടാണ് അലോഹങ്ങൾ അഥവാ നോൺ മെറ്റൽസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും വാതകങ്ങളാണ് അല്ലേ. ഇനി ഫിഗറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഉയർന്നു പൊങ്ങുന്ന ബലൂണിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ. എന്താണ് ആ സിലിണ്ടറിൽ എഴുതിയിരിക്കുന്നത്? ഓക്സിജൻ എന്നാണല്ലേ. അതൊരു ഓക്സിജൻ സിലിണ്ടറാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു നൈട്രജൻ ടയർ ഇൻഫ്ലേറ്ററിൽ നിന്ന് ഒരു ട്യൂബ് വഴി ഒരാൾ ഒരു കാറിൻ്റെ ടയറിൽ നൈട്രജൻ നിറയ്ക്കുന്നത് കാണാം. എന്താണ് ഈ നൈട്രജൻ നിറയ്ക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്? നൈട്രജൻ ആകുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നത് പോലെ പെട്ടെന്ന് ടയറിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോകുന്നില്ല. കുറച്ച് നാൾ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് ആൻഡ് ക്വാളിറ്റി ഡ്രൈവിങ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ നിലനിർത്താനായിട്ട് ഈ നൈട്രജൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ചൂട് പിടിക്കില്ല. ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ് നൈട്രജൻ്റെ. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ലോഹങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പരിചിതമായ അലോഹങ്ങൾ ഏതൊക്കെയാണ്? വാതകങ്ങളൊക്കെ അലോഹങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. ഇനി ചില സോളിഡുകളൊക്കെ റൂം ടെമ്പറേച്ചറിൽ, അതായത് സൾഫർ, കാർബൺ, ഫോസ്ഫറസ്, ഇവയൊക്കെ സോളിഡ് ആയിട്ടുള്ള നോൺ മെറ്റൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ ലിക്വിഡായിട്ട് നോൺ മെറ്റലുകളുണ്ടോ? ഉണ്ട്. ഒരേ ഒരു ലിക്വിഡ് നോൺ മെറ്റലുണ്ട്. അതേതാണ്? ബ്രോമിൻ ആണ് അല്ലേ. ലിക്വിഡായിട്ടുള്ള നോൺ മെറ്റലാണ് ബ്രോമിൻ. ലിക്വിഡായിട്ടുള്ള മെറ്റൽ ഏതാണ്? മെർക്കുറിയാണ് അല്ലേ. ലിക്വിഡായിട്ടുള്ള മെറ്റൽ മെർക്കുറിയും ലിക്വിഡായിട്ടുള്ള നോൺ മെറ്റൽ ബ്രോമിനുമാണ്. വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. അതിന് എയറിനേക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു. ഇനി ശ്വസനാവശ്യങ്ങൾക്കായി ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ. ആ സിലിണ്ടറിൽ നമ്മൾ കണ്ടു ഫിഗറിൽ, അത് ഓക്സിജൻ സിലിണ്ടർ ആണ്. ഇനി പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി ടയറുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ഗ്യാസ് ആണ്. അത് പ്രവർത്തനക്ഷമത കൂട്ടാൻ സഹായിക്കുന്ന ഒരു വാതകമായതുകൊണ്ട് അതിനെ വാഹനങ്ങളുടെ ടയറുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ലോഹങ്ങളെപ്പോലെ തന്നെ അലോഹങ്ങൾക്കും ധാരാളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അലോഹങ്ങൾ മെജോറിറ്റിയും വാതക രൂപത്തിലാണ് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് അലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ട്, ഒരു സർക്കുലർ ഷേപ്പിലല്ലേ. ഒരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രീൻ നിറത്തിൽ കാണിച്ചിരിക്കുന്നത് അത്രയും എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ്? നൈട്രജൻ്റെ പെർസെൻറ്റേജ് ആണ്. നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മൾ ആ സർക്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ നിറത്തിലുള്ള അത്രയും എന്താണ്? നൈട്രജൻ്റെ പെർസെൻറ്റേജ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ്റെ പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. 78.08% ഏത് വാതകമാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്? നൈട്രജനാണ്. ഇനി നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതോ? അതാണ് ഓക്സിജൻ. 20.95%, 20.95% ആണ് ഓക്സിജൻ്റെ അളവ്. ഇനി ആർഗണാണ് 0.9% അറ്റ്മോസ്ഫിയറിക് എയറിലുള്ളത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.038%, മറ്റുള്ളവയെല്ലാം കൂടെ ചേർന്ന് 0.032%ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള വാതകം നമ്മൾ പറഞ്ഞു നൈട്രജനാണ്. 78.08% നൈട്രജൻ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ സ്ഥാനമോ ഓക്സിജൻ ഉള്ളതാണ് അല്ലേ. 20.95% ഓക്സിജൻ. അതിനുശേഷം ആർഗൺ ഓർത്ത് വയ്ക്കുക 0.9%. ഇത്രയുമാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ഒരു പെർസെൻറ്റേജ് കണക്ക് പറയാനുള്ളത്. ഇനി ആഹാര പദാർത്ഥങ്ങളിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നജം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. അവയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇപ്പോൾ പേരിൽ കാർബോഹൈഡ്രേറ്റിൽ തന്നെ ഉണ്ട് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നെക്സ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീനിൽ ഏതൊക്കെയുള്ളത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അതുണ്ട്. പിന്നെ ആരും കൂടെ ഉണ്ട്? നൈട്രജൻ. ഒരു നൈട്രജനും കൂടെ അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. പ്രോട്ടീൻ വരുമ്പോഴത്തേക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇനി കൊഴുപ്പ്, ഫാറ്റ്. അതിലേതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജൻ തന്നെയാണ് ഇതിലും വരുന്നത് ഫാറ്റ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഓർക്കുക. പ്രോട്ടീൻ ആകുമ്പോൾ അവിടെ ഒരു നൈട്രജനും കൂടെ എക്സ്ട്രാ വരും. ഇനി ചില പ്ലാസ്റ്റിക്കുകളിലെ ഘടക മൂലകങ്ങൾ നമുക്ക് നോക്കാം. PVC അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ ഇവയാണ് PVCയിലെ എലമെൻറ്റുകൾ.
പോളിത്തീനിൽ കാർബണും ഹൈഡ്രജനുമാണ് അടങ്ങിയിരിക്കുന്നത്. പോളിത്തീനിൽ കാർബണും ഹൈഡ്രജനും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ എന്നിവയെല്ലാം അലോഹങ്ങളാണല്ലോ. ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല വ്യാവസായിക രംഗത്തും അലോഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി കുറച്ച് അലോഹങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വാതകത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ്റെ ഒരു പ്രധാന സംയുക്തം ഏതാണ്? ജലമാണല്ലേ, H2O. H2Oയിൽ ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ജൈവ വസ്തുക്കളിൽ ധാരാളമായി ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഹൈഡ്രജൻ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ആസിഡുകളിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ആസിഡും നമുക്ക് എക്സാമ്പിൾ എഴുതാം. സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അങ്ങനെ ഏത് ആസിഡ് എടുത്താലും അതിലെല്ലാം ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നിർവീര്യമായിട്ടുള്ള ജലത്തിലും H2Oയിലും ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നു. ഇനി ഹൈഡ്രജൻ എങ്ങനെ നിർമ്മിക്കാം? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു എക്സ്പെരിമെൻറ്റ് പഠിച്ചായിരുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ സിങ്കും അതിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവ രണ്ടും റിയാക്ട് ചെയ്തിട്ട് ഒരു വാതകം പുറത്ത് വിടുന്നുണ്ട്. ഒരു കത്തിച്ച തീപ്പെട്ടിക്കുള്ളി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ അത് നന്നായി കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ചെറിയ പൊട്ടൽ ശബ്ദത്തോടു കൂടിയാണ് അത് കത്തുന്നത്. അത് ഏത് വാതകത്തിൻ്റെ പ്രസൻസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡും ഒപ്പം ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ വാതകം. ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്നൊരു വാതകമാണ്. അതുമാത്രമല്ല ചെറിയൊരു പൊട്ടലോട് കൂടിയാണ് ഇത് കത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹൈഡ്രജൻ ഫോം ചെയ്തത്? Zn plus 2HCl gives ZnCl2 plus H2. അപ്പോൾ ആ റിയാക്ഷൻ ഒന്ന് നോക്കിക്കേ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ടും ഉണ്ടായി, ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ HClലെ H ഇരുന്ന സ്ഥാനത്തേക്ക് ആര് വന്നു? സിങ്ക് വന്നു അല്ലേ. Hനെ മാറ്റിയിട്ട് അവിടെ ആ സ്ഥാനം ആര് റീപ്ലേസ് ചെയ്തു? സിങ്ക് റീപ്ലേസ് ചെയ്തു. ഒരു ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ സംഭവിച്ചു. ഹൈഡ്രജൻ അവിടെ നിന്ന് മാറ്റി അവിടെ സിങ്ക് വന്നിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള റിയാക്ഷനുകളെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്നു ചേരുന്നു. ഇത്തരത്തിൽ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ആരാണ്? നമുക്ക് നോക്കാം. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. കത്തുന്ന വായു, ഇൻഫ്ലേമബിൾ എയർ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഇൻഫ്ലേമബിൾ എയർ, കത്താൻ സഹായിക്കുന്നൊരു വാതകമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കത്തുന്ന വായു, ഇൻഫ്ലേമബിൾ എയർ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ഇനി കുറച്ച് ആദേശ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം നോക്കാം. ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളുമായുള്ള പ്രവർത്തനം ആദേശ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഏത് ലോഹവും ഒരു നേർപ്പിച്ച ആസിഡുകളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞെന്നാൽ അത് ആദേശ പ്രവർത്തനത്തിന് രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവുന്നു. Mg+2HCl gives MgCl2 plus H2. ഇവിടെ ഹൈഡ്രജൻ ഇരുന്ന സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് മെഗ്നീഷ്യമാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് അല്ലേ. അങ്ങോട്ട് മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഇനി സിങ്കും സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവുന്നു. Zn plus H2SO4 gives ZnSO4 plus H2. ഇവിടെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സിങ്ക് ആണ് വരുന്നത്.
ഇനി മെഗ്നീഷ്യവും നൈട്രിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് Mg+2HNO3 gives MgNO3 twice plus H2. MgNO3 twice plus H2. ഇവിടെ ഹൈഡ്രജനെ നീക്കം ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ മെഗ്നീഷ്യം ആണ് വരുന്നത്, MgNO3 twice. ഇനി ആദേശ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല, ആദേശ പ്രവർത്തനമാണോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഡിസ്കസ് ചെയ്ത പ്രവർത്തനമെല്ലാം ഡൈല്യൂട്ട് ആസിഡുകളുമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു, അതുകൊണ്ട് അവിടെ H2 കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി മറ്റു ചില എക്സാമ്പിൾസ് നോക്കാം. സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറും ഉണ്ടാകുന്നത്. അവിടെ കോപ്പർ ഇരുന്ന സ്ഥാനത്തേക്കാണ് സിങ്ക് വരുന്നത്. അപ്പോൾ Zn plus CuSO4 gives ZnSO4 plus Cu. അപ്പം കോപ്പർ ഇരുന്ന സ്ഥലത്തേക്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ സിങ്ക് വന്നു. ഇനി അടുത്തത് സോഡിയം ബ്രോമൈഡും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും ബ്രോമിനും ഉണ്ടാകുന്നു. 2NaBr plus Cl2 gives 2NaCl plus Br2. അവിടെ ബ്രോമിനെയാണ് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആര് കയറിയിരിക്കുന്നത്? ക്ലോറിൻ കയറിയിരിക്കുന്നത്. അടുത്തത് മീഥൈനും ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷനാണ് CH4 plus Cl2. അപ്പോൾ CH4 എന്ന് പറയുമ്പോൾ കാർബൺ സെൻറ്ററിലും 4 വശങ്ങളിലായിട്ട് സിംഗിൾ ബോണ്ട് വഴി ഹൈഡ്രജൻ ആറ്റമായിട്ട് ബന്ധിച്ചിരിക്കുകയാണത്. അങ്ങനെ CH3Cl plus HCl ഉണ്ടാവുന്നു. CH3Cl എന്ന് പറയുന്നത് മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ മീഥേൻ എന്ന് നമുക്കതിനെ വിളിക്കുക. അവിടെ നോക്കുക, CH3 ഉള്ളൂ. നേരത്തെ CH4ഉം Clഉം ആയിട്ടായിരുന്നു റിയാക്ട് ചെയ്തിരുന്നത്. CH4 plus Cl2, 2 ക്ലോറിനും പിന്നെ ഒരു മീഥേനും CH4ഉം. ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ 4 വശങ്ങളിലായിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റി ആ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ പിന്നെ മിച്ചം അവിടെ CH3 ഉള്ളൂ. അപ്പോൾ CH3Cl plus HCl, ആ പോയ ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും അവിടെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡും അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈഡ്രജൻ്റെ ചില രാസപ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനം എന്തായിരിക്കും? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ, അതായത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. ഇത് ഒരു താപമോചക പ്രവർത്തനമാണ്, അതായത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഹൈഡ്രജൻ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായിട്ട് കുറേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? അത് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് എക്സോതെർമിക് റിയാക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ, അതായത് ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും ജലം ഉണ്ടാകും. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മിശ്രിതത്തിൽ കൂടി വൈദ്യുത സ്ഫുലിംഗങ്ങൾ അഥവാ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും ജലമുണ്ടാകും. അവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? 2H2 plus O2 gives 2H2O plus heat. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും തന്മാത്രകൾ സംയോജിച്ച് ജലം ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് തങ്ങളിൽ സംയോജിച്ചാണ് അവിടെ വാട്ടർ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനങ്ങൾ അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനങ്ങൾ അഥവാ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. ഇനി ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം നോക്കാം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഹൈഡ്രജൻ ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. H2 plus Cl2 gives 2HCl. അതും ഒരു സംയോജന പ്രവർത്തനത്തിന് ഉദാഹരണമാണല്ലോ. അപ്പം നമ്മൾക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോയാലോ? N2 plus 3H2 നൈട്രജനും ഹൈഡ്രജനുമായിട്ട് സംയോജിച്ച് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നു. 2NH3 ഉണ്ടാകുന്നു. അടുത്തതോ 2Mg plus O2 മെഗ്നീഷ്യവും ഓക്സിജനും ആയിട്ട് സംയോജിച്ച് കമ്പൈൻ ചെയ്ത് 2MgO മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇനി ഹൈഡ്രജനും സൾഫറും കൂടെ കമ്പൈൻ ചെയ്ത് H2 plus S gives H2S ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നു. ഇനി സോഡിയവും ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് 2Na plus H2 gives സോഡിയം ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. 2NaH സോഡിയം ഹൈഡ്രൈഡ് ആണ്. അടുത്തതോ കാൽഷ്യം ഓക്സൈഡും H2Oയും കൂടെ പ്രവർത്തിച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് ഉണ്ടാകുന്നു. അവിടെ കാൽഷ്യം ഓക്സൈഡും H2Oയും കൂടെയാണ് കമ്പൈൻ ചെയ്ത് CaOH ട്വൈസ് ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രജൻ്റെ ചില ഉപയോഗങ്ങൾ നോക്കാം.
അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെയൊക്കെയാണ് അമോണിയയുടെയും മെത്തനോളിൻ്റെയും വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ 2NH3 ഉണ്ടാകും എന്ന് നമ്മൾ ആ ഉദാഹരണത്തിൽ കണ്ടായിരുന്നു. ഇനി അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഹൈഡ്രജനാണ് ആസിഡ് നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. ആസിഡ് നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് എന്ന് നമുക്കറിയാം. പിന്നെ ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ്റെ എന്ത് ക്വാളിറ്റി കൊണ്ടായിരിക്കും ഹൈഡ്രജനെ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. താഴെ ഒരു ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ കുറേ ഇന്ധനങ്ങളും അവ കത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയുടെ എമൗണ്ടും കിലോ ജൂൾ പെർ ഗ്രാമിൽ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. കുറച്ച് ഇന്ധനങ്ങളും അവ ജ്വലനം മൂലമുണ്ടാകുന്ന ഊർജവും കിലോ ജൂൾ പെർ ഗ്രാമിൽ തന്നിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് 10, കാർബോഹൈഡ്രേറ്റുകൾ 16, മെഥനോൾ 23, എഥനോൾ 30, കൽക്കരി കാർബൺ 33, പെട്രോൾ ഒക്ടേൻ 48, മീഥെയ്ൻ 56, ഹൈഡ്രജൻ 143 കിലോ ജൂൾ പെർ ഗ്രാം. അപ്പോൾ 1 ഗ്രാം ഇന്ധനം ജ്വലിക്കുന്നത് മൂലമുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് നമ്മൾ ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കിയത്. 1 ഗ്രാം ഇന്ധനം കത്തുന്നത് മൂലമുണ്ടാകുന്ന ഊർജ്ജം ഏതാണ്? താപോർജ്ജമാണ്. അതിൻ്റെ അളവ് നമ്മളിപ്പോൾ കണ്ടു. അത് ഏറ്റവും കൂടിയത് ഹൈഡ്രജൻ ആണെന്ന് കണ്ടു. 143 കിലോ ജൂൾ പെർ ഗ്രാം ആണ്. അതുകൊണ്ട് ഹൈഡ്രജനാണ് ഏറ്റവും നല്ല ഇന്ധനം. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം അഥവാ കലോറിഫിക് വാല്യൂ. ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ എന്തോരം താപോർജ്ജത്തെ സ്വതന്ത്രമാക്കുന്നു അതാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം അഥവാ കലോറിഫിക് വാല്യൂ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ബാർ ഡയഗ്രത്തിൽ നിന്നത് മനസ്സിലാക്കി. ഹൈഡ്രജൻ കത്തുമ്പോഴാണ് കൂടുതൽ താപോർജ്ജം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നം വെള്ളമാണെന്ന് നമുക്കറിയാം. ഒരു ഇന്ധനം എന്ന നിലയിൽ എന്തൊക്കെ മേന്മകളാണ് ഹൈഡ്രജൻ ഉള്ളത്? ലഭ്യത കൂടുതലാണ്, അതായത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ. പിന്നെ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ളതാണ് ഹൈഡ്രജൻ. പൊല്യൂഷൻ വളരെ കുറവാണ് ഹൈഡ്രജൻ കത്തുമ്പോൾ. ഈ മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ചില പരിമിതികളാണ് ഇതിന് കാരണം. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ്. ഇത് സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസമാണ്. ഈ പരിമിതികൾ മറികടക്കാൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ സാർവത്രിക ഇന്ധനമായി മാറും, യൂണിവേഴ്സൽ ഗ്യാസ് ആയിട്ട് മാറും. ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യതക്കുറവ്, പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഹൈഡ്രജൻ നമ്മളൊരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം? സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന ഒരു വാതകമാണ്, സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസവുമാണ്. ഇനി ഫ്യൂവൽ സെൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഫ്യൂവൽ സെല്ലിലെ ഘടകങ്ങളെന്ന് മനസ്സിലായി. ഇത്തരം സെല്ലുകളുടെ ചില മേന്മകളുണ്ട്. മലിനീകരണമില്ല, ഉയർന്ന പ്രവർത്തനക്ഷമതയുമുണ്ട്. ഫ്യൂവൽ സെല്ലുകളുടെ മേന്മകൾ ഏതൊക്കെയാണ്? മലിനീകരണമില്ല, ഉയർന്ന പ്രവർത്തനക്ഷമതയുമുണ്ട്. ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിച്ചു വരുന്നു. ഫ്യൂവൽ സെല്ലിൻ്റെ ഇപ്പോഴത്തെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ എന്ന സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്സിജൻ എന്ന ഭാഗം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.